വെൽക്കം ടു മൈ ചാനൽ. വരാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 2021 മുതൽ 2026 വരെ PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 10th പ്രിലിംസ് എക്സാമിന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് 2021 PSC നടത്തിയിട്ടുള്ള സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഡ് 29/21. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2021 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? 2020 സ്വാതി പുരസ്കാരം നേടിയത് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് 2020 കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം നേടിയത്. സ്വാതി പുരസ്കാരം എന്തിനു നൽകുന്ന പുരസ്കാരമാണ്? സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് സ്വാതി പുരസ്കാരം. ഇത് 1997 മുതലാണ് നൽകി തുടങ്ങിയത്. 2017 ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന് സ്വാതി പുരസ്കാരം ലഭിച്ചത്. 2018 പാല CK രാമചന്ദ്രൻ, 2019 TM കൃഷ്ണ, 2020 കിട്ടിയതാണ് ഡോക്ടർ K ഓമനക്കുട്ടി. 2021 സ്വാതി പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരള വർമ്മ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി KR സച്ചിദാനന്ദൻ. ഇത് 2021 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നടൻ ശ്രീനിവാസൻ്റെ വിയോഗത്തെക്കുറിച്ചായിരിക്കും. മലയാള സിനിമാ നടനും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ ജനിച്ചത് 1950 മെയ് 2. ശ്രീനിവാസൻ അന്തരിച്ചത് 2025 ഡിസംബർ 20. ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമകൾ വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയും. ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമയാണ് ഓടരുതമ്മാവ ആളറിയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. നിലവിൽ ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ആൻസർ ഓപ്ഷൻ ഡി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ: വർക്കല ബീച്ച്, കോവളം ബീച്ച്, പൂവാർ ബീച്ച് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. മാരാരി ബീച്ച് മാരാരിക്കുളം. മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. കാപ്പാട് ബീച്ച് കോഴിക്കോട്. ആലപ്പുഴ ബീച്ച് ആലപ്പുഴ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ അജൽ മിശ്ര. അജൽ മിശ്രയാണ് 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ഫിലിമാണ്? സൗദി വെള്ളയിക്ക. സംവിധായകൻ ആരാണ്? തരുൺ മൂർത്തി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ? ആൻസർ ഓപ്ഷൻ എ ലക്നൗ. ലക്നൗവിലാണ് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. 2026 വേദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. തീം സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക. 2026 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ തീം സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം? 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ആൻസർ ഓപ്ഷൻ ബി ലേ ആണ്.
2025 വേദി വിശാഖപട്ടണം. 2025 തീം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ്. 2025 വേദി വിശാഖപട്ടണത്തായിരുന്നു. അതിൻ്റെ തീം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ്. ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 10. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ആൻസർ ഓപ്ഷൻ ഡി, കൃതിക് പാണ്ഡെ. കൃതിക് പാണ്ഡെയാണ് 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 11ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബ്രസീലാണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 1ാം സ്ഥാനം റഷ്യ, 2ാം സ്ഥാനം കാനഡ, 3ാം സ്ഥാനം USA, 4ാം സ്ഥാനം ചൈന, 5ാം സ്ഥാനം ബ്രസീൽ, 6ാം സ്ഥാനം ഓസ്ട്രേലിയ, 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ആൻസർ ഓപ്ഷൻ ബി, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അപ്പോൾ എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് കടന്നു പോകുന്നത്, 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി ലാവ താഴ്ത്തുറിഞ്ഞ രൂപം കൊണ്ട പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കറുത്ത മണ്ണിനമാണ് ഉള്ളത്. ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടമെന്നും പൂർവ്വഘട്ടമെന്നുമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണ ആകൃതിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ആൻസർ ബി, കൊടൈക്കനാലാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ആൻസർ ഓപ്ഷൻ ബി, കൊടൈക്കനാലാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷനുകളുടെ റാണി ആരാണ്? മസൂറിയാണ്. ഹിൽ സ്റ്റേഷനുകളുടെ റാണി മസൂറി. 15ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ആൻസർ ഓപ്ഷൻ സി, നർമ്മദയാണ്. നർമ്മദയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഈ നദികളെല്ലാം കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമാണ്. ഇനി അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, സിന്ധു. നർമ്മദ, താപ്തി, സിന്ധു എന്നീ നദികളാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. ഇവ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളും അറബിക്കടലിൽ പതിക്കുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും ഇതെല്ലാം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് എക്സാമിന് പോവുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആൻസർ ഓപ്ഷൻ സി, സിന്ധു. സിന്ധു നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നദീതീര പട്ടണങ്ങൾ പഠിക്കാം. യമുന നദീതീരത്താണ് ആഗ്രയും ഡൽഹിയും സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി നദീതീരത്താണ് കൊൽക്കത്ത. ഗംഗാ നദീതീരത്താണ് വാരണാസി, കാൺപൂർ, ഹരിദ്വാർ, പാട്ന. കൃഷ്ണ നദീതീരത്താണ് വിജയവാഡ.
നർമ്മദ നദീതീരത്താണ് ജബൽപൂർ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഹൂഗ്ലി നദീതീരം. 17ാമത്തെ ക്വസ്റ്റ്യൻ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ എ അറബി. അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് എടുത്തത്. മൺസൂൺ എന്ന പദം ഋതുക്കൾ എന്നർത്ഥം വരുന്ന അറബി പദമായ മൗസിം എന്ന വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഈ മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാലത്തിനൊത്ത ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് അർത്ഥം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ മൗസം ഭവനാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? മെറ്റീരിയോളജി. മെറ്റീരിയോളജി എന്നാണ് കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള പഠനത്തിന് പറയുന്ന പേര്. ഇനി കാലാവസ്ഥ ദിനം എന്നാണ്? മാർച്ച് 23. മാർച്ച് 23 കാലാവസ്ഥ ദിനം. 18ാമത്തെ ക്വസ്റ്റ്യൻ. കാൽ ബൈശാഖി എന്നത്? ആൻസർ ഓപ്ഷൻ എ കാറ്റ്. കാൽ ബൈശാഖി എന്ന് വെച്ചാൽ കാറ്റ് എന്നാണ് അർത്ഥം. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നോർവെസ്റ്ററുകൾ എന്നാണ്. അസമിൽ ഇവ ബർദോളി ചില എന്നറിയപ്പെടുന്നു. അസമിൽ ഇവ അറിയപ്പെടുന്നത് എന്താണ്? ബർദോയി ചില. ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ ഏതൊക്കെയാണ്? മാംഗോ ഷവർ, ബ്ലോസം ഷവർ, കാൽ ബൈശാഖി, ലൂ എന്നിവയാണ് ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ. ലൂ, മാംഗോ ഷവർ എന്നിവ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 19. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആൻസർ ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗയാണ്. ഓപ്ഷൻ ബി കാഞ്ചൻജംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. ഇനി പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്, ലഡാക്കിലുള്ള ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ളതാണെങ്കിൽ കാഞ്ചൻജംഗ എഴുതണം. ഇന്ത്യയിലെ ഏറ്റവും വലിയതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെമിസ് നാഷണൽ പാർക്ക് എഴുതണം. ഇനി ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം ഏതാണ്? കേബിൾ ലാംജാവോ. ലോകത്തിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനമാണ് കേബിൾ ലാംജാവോ. കേബിൾ ലാംജാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂർ. നമ്പർ 21. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ആൻസർ ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് എത്തിയത് എന്നാണ്? 1498 മെയ് 20 എത്തിയത്. 1498 മെയ് 20 കാപ്പാട് കടപ്പുറത്ത് എത്തിയത്. അയച്ചത് ആരാണ്? മാനുവൽ 1. ഇനി വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവാണ് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഇനി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എഴുതുക. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, സെക്കൻഡ് ഡച്ചുകാരാണ്, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ആൻസർ ഓപ്ഷൻ എ 1858. 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഝാൻസി റാണിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഝാൻസി റാണി വീരമൃത്യു മരിച്ചത് 1858 ജൂൺ 18. 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ് റോസ്. ഹ്യൂഗ് റോസാണ് ഝാൻസി റാണിയെ വധിച്ചത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഝാൻസിയിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാണ് റാണി ലക്ഷ്മിബായി. യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ.
ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആൻസർ ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലീസ്. കോൺവാലീസ് ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഇനി നമുക്ക് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും പഠിക്കാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത്. 1828 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫൂലെയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 1815. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. ആത്മീയ സഭ രൂപീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. ഇനി നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ട് പ്രധാനമായും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. ഇതിൽ സംവാദ് കൗമുദി എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ എഴുതിയിരിക്കുന്നത് പേർഷ്യൻ ഭാഷയിലുമാണ്. കൂടാതെ സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം നെഗറ്റീവ് മാർക്കൊന്നുമില്ലാണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. താങ്ക്